നമസ്കാരം. 10 ലക്ഷം രൂപ 12% ഇൻട്രസ്റ്റിൽ 3 വർഷത്തേക്ക് ആവശ്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടുകൊള്ളുക. ഇന്ന് ഞാൻ ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു NBFCയുടെ വിശദാംശങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് ലോൺ എടുക്കാം. ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. വിശദാംശങ്ങൾ പോകുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. IT സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ info@vinishrohini.com മെയിൽ അയക്കുക. ഓൺലൈനിലൂടെ ഇൻസ്റ്റന്റ് ലോൺ, പേഴ്സണൽ ലോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സജീവമാണ്. എല്ലാവരും ജനങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലൊക്കെ ലോൺ കിട്ടുന്നതിൽ തന്നെ വലിയ കാര്യമാണ്. കമ്പനികൾക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടല്ലോ, ഒരു വലിയ കാര്യമാണ്. ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു 12 മുതൽ 24, 36% ഇൻട്രസ്റ്റ് പലരും വാങ്ങിക്കുന്നുണ്ട്. P2P ലെൻഡിങ്ങിന് ഭയങ്കര റിസ്ക് ആണ്. കൊളാട്രൽ ഫ്രീ ആയതുകൊണ്ട് ഇടി ജാമ്യം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ആധാർ കാർഡും പാൻ കാർഡും സിബിൽ സ്കോർ നോക്കിയിട്ടാണ് ഒറ്റയടിക്ക് നമുക്ക് ഈ 5 ലക്ഷം 10 ലക്ഷം ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ അക്കൗണ്ടിൽ കിട്ടിയിരുന്നത്. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പണിയാണ്. തിരിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര പണിയാണ്. പ്രത്യേകിച്ച് മലയാളികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്വാഹമാണ്. എടുക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത ചാർജ് വരും, ഇത് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ചോദിക്കുന്നത്. പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ, ക്ലോസ് ചെയ്ത് ചാർജ് വരുമോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവർ ഒരിക്കലും ക്ലോസ് ചെയ്യുകയും ചെയ്യില്ല, തിരിച്ചടക്കുകയും ചെയ്യില്ല എന്നുള്ള സാഹചര്യമാണ് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് കേരളക്കാർക്ക് ലോൺ കൊടുക്കുന്നതിൽ ഭയങ്കര പ്രോബ്ലംസ് ആണ്. പുറത്തുള്ള കമ്പനികളെല്ലാം ഈ പറഞ്ഞ NBFC ആപ്പുകളെല്ലാം ട്രൈ ചെയ്യുന്നത്. അവർ എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും. കേരള എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തുടരണ്ട എന്നാണ് പലരുടെയും ധാരണ. അങ്ങനെയൊക്കെയാണുള്ളത്. എന്നിരുന്നാലും എല്ലാവർക്കും ലോണുകൾ കാര്യങ്ങൾ സിബിലും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. നിങ്ങൾക്ക് ലോൺ എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. കാരണം ഫ്രീക്വന്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട്. തിരിച്ചടക്കാത്ത പ്രശ്നം, പലരും ഫണ്ട് എടുത്തിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോകും, അല്ലെങ്കിൽ UK പോയി പിന്നെ തിരിച്ച് വരികയില്ല. ഇവിടെ സിബിൽ സ്കോർ എന്തായി കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് ധാരണ. 10 ലക്ഷം എടുക്കും, നേരെ UK വിടും, ഞാൻ ഈ നാട്ടിലേക്കേ തിരിച്ചു വരുന്നില്ല എന്ന ധാരണയിൽ ഒരുത്തം പോവാണ്. തീർന്നു. എന്താ ചെയ്യാൻ പറ്റുക? അവൻ്റെ വീട്ടിൽ പോകാൻ ആളില്ല, കേസാവും, പ്രശ്നമാവും, അല്ലെങ്കിൽ സിബിൽ സ്കോർ ഇടിച്ചു കുറക്കും. കൊളാട്രൽ ഇല്ലല്ലോ. അത് കൊളാട്രൽ ഇല്ലെങ്കിൽ ഒരു പേര് കേസ് കൊടുക്കാൻ പറ്റും, നടക്കേണ്ടി വരും ആ കമ്പനി കുറേ കാലം. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് നിലവിൽ കൊടുക്കാൻ പേടിയില്ല. അപ്പോൾ ഈ അൺസെക്യൂർഡ് ലോണുകൾ കൊടുക്കുന്നത് ഭയങ്കര റിസ്ക് ആണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ആരും ആപ്പ് കൊടുക്കുന്നത്. കേരളത്തിൽ പൈസ ഇല്ല. അതിൻ്റെ എത്ര ബ്ലേഡുകാരുണ്ട്, ഈ വീഡിയോ കാണുന്ന എത്ര ബ്ലേഡുകാരുണ്ട്, ഇവരൊക്കെ ബ്ലേഡ് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്യില്ല, ഇതുപോലുള്ള ആപ്പ് ഉണ്ടാക്കില്ല, കൊടുക്കുകയും ചെയ്യില്ല. കൊടുത്താൽ കിട്ടില്ല എന്ന് ആർക്കറിയാം? കേരളക്കാർക്ക് അറിയാം. അതും നോർത്ത് ഇന്ത്യക്കാർ ഭയങ്കര ഹൈ റിസ്ക് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം, ഇതിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ ആൻഡ്വോക്സ് എന്നാണ്. ആൻഡ്വോക്സ് P2P ഫിനാൻസിങ് RBIയുടെ P2P ലെൻഡിങ് വിഭാഗത്തിൽ വരുന്ന ഒരു കമ്പനിയാണ്. അത് ഭയങ്കരമായ ലൈസൻസ് ആണ്. കുറച്ചുകൂടി പ്രോ കമ്പനികൾക്ക്, വളരെ കുറച്ച് കമ്പനികൾക്ക് മാത്രമേ P2P ലെൻഡിങ് ലൈസൻസ് ഉള്ളൂ. P2P എന്ന് പറഞ്ഞാൽ ഒരാളുടെ നിന്ന് ഫണ്ട് വാങ്ങിച്ചിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള ലൈസൻസ്. ജനങ്ങളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യാം, ജനങ്ങൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം. ഇൻട്രസ്റ്റ് റേറ്റ് ഇവർക്ക് തീരുമാനിക്കാം. 12% ഇൻട്രസ്റ്റ് റേറ്റ് വാങ്ങിച്ചിട്ട് ഇവർ ഇൻവെസ്റ്റേഴ്സിന് ഇവർ 10% കൂടി 2 എടുക്കും. പൊതുവെ അങ്ങനെയാണ് പറയുന്നതെങ്കിലും ജനങ്ങളോട് 24% ഒക്കെ വാങ്ങിച്ചിട്ട് 12% ഇവരെടുത്തിട്ട് ബാക്കി 12% ഇവർ കൊടുക്കും. അങ്ങനെയാണ് ഇവരുടെ നിലവിലുള്ള പ്രോസസ്സ് ഞാൻ കണ്ടത്. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാണ്. ലെൻഡിങ് കാർട്ടിലൊക്കെ ഞാൻ അങ്ങനെയാണ് 24% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തത്. അപ്പോൾ അതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് ബോറോവർ നമ്മൾ എടുക്കാൻ പോകുന്നവരാണ്, വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ബോറോവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മാക്സിമം ലോൺ വരുന്നത് 10 ലക്ഷം രൂപയാണ്. 36 മാസമാണ് മാക്സിമം കാലാവധി. മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 24 ഈ 24 തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. 12 ഇവിടെ ഏറ്റവും മിനിമം കൊടുത്തിട്ടുള്ളത്. ഇവർ 12 സൈറ്റ് പറയുന്നത്. എന്നാലും നമുക്ക് ഒരു അപ് ടു 18, 17, 24 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് ഗെറ്റ് സ്റ്റാർട്ടർ അടിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ വിശദാംശങ്ങൾ മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ബെനിഫിറ്റ് ഓഫ് ബോറോവർ: ഗെറ്റ് ROI സ്റ്റാർട്ടിംഗ് 12% per annum and based on the credibility and borrowers are offered the best ROI from the wide range of lenders. 24/7 loan processing and verified lenders and simplified processing. കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ പ്രൊഡക്റ്റ് സർവീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് ബ്ലോഗ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ ടു വർക്ക്സ്, കോൺടാക്ട് അസ് അഫിലിയേറ്റ്സ്. ഇന്നത്തെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ആൻഡ്വോക്സ് ഫിനാൻഷ്യൽ ബഡി ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. P2P കമ്പനിയാണ്. ഇനി നമുക്ക് ഇവരുടെ കോൺടാക്ട് ഫീസ് ചാർജ് ബട്ടൺ ഉണ്ട്. കോൺടാക്ട് പേജിൽ പോയി കഴിഞ്ഞാൽ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, സബ്ജക്റ്റ്, മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് ഇടാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവരുടെ സൈറ്റിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള സംവിധാനം കിട്ടും. കാരണം പബ്ലിക്കിൽ ഇവർ ഇടാത്തതുകൊണ്ടാണ്. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവും. ബി എ പ്രൊഫഷണൽ അപ്പോൾ ആ ഒരു ലെവലിൽ ആയതുകൊണ്ടായിരിക്കും. അതുപോലെ ഫീസ് കാര്യങ്ങൾ ചാർജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബോറോവറിന്റെ രജിസ്ട്രേഷൻ ഫീസ്, ലോൺ പ്രോസസിംഗ് ചാർജ്, അതിന്റെ പേയ്മെന്റ് ഡിലേ ചാർജ് ഒക്കെ ചാർജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ചാർജുകളൊക്കെ നോക്കുക, അത് കറക്റ്റ് ആണോ നോക്കിയിട്ട് ചെയ്യാം. എനിവേ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ പറഞ്ഞ കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കുക, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക, കൃത്യമായിട്ട് തിരിച്ചടക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കൂടുതലായിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.